ഈ കൂട്ടലിൽ ഒരു ചതി കൂടിയുണ്ട്. വലിയ ബാധ്യത സാധാരണക്കാർക്ക് ഉണ്ടാവും. ഇത് ഇവരുടെ അനാസ്ഥ കൊണ്ടും അഴിമതി കൊണ്ടും ഉണ്ടാക്കി വെച്ച സംഭവമാണ്. UDF ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി. ഇതിന്റെ എല്ലാം പാപഭാരം ചുമക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകളായി. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്, അതും 16 പൈസ. എന്തിനാണ് ആ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്? അതിൻ്റെ പിന്നിൽ ഒരു വലിയ ചതിയുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഇപ്പം 16 പൈസയാണ് വില കൂട്ടിയിരിക്കുന്നത്, 16 പൈസ. ഈ കൂട്ടലിൽ ഒരു ചതി കൂടിയുണ്ട്. കാരണം ഇപ്പം ഇത് ഡിസംബർ മാസമാണ്. ഈ വർഷത്തെ ചാർജ് 16 പൈസ കൂട്ടിയോടൊപ്പം ഏപ്രിൽ മുതൽ മാർച്ച് മാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ വേറെ 12 പൈസ കൂടെ കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മാർച്ചിൽ പ്രഖ്യാപിക്കുന്നതിന് പകരം ഡിസംബറിൽ 2 കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ ഒരു 250 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരന് 50 രൂപയോളം കൂടുതൽ വരും. മാർച്ച് മാസം കഴിഞ്ഞാൽ അത് 100 രൂപയിൽ കൂടുതലാവുന്ന സ്ഥിതിയാണ്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത രീതിയിൽ വൈദ്യുതി ചാർജ് കൂടുകയാണ്. മാത്രമല്ല ഡെപ്പോസിറ്റ് ചാർജ് അടക്കമുള്ള ഇത് അടുത്ത മാർച്ച് കഴിയുമ്പോഴേക്കും കൂടുമ്പോഴേക്കും വലിയ ബാധ്യത സാധാരണക്കാർക്ക് ഉണ്ടാവും. ഇത് ഇവരുടെ അനാസ്ഥ കൊണ്ടും അഴിമതി കൊണ്ടും ഉണ്ടാക്കി വെച്ച സംഭവമാണ്. ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വരുന്ന 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ ഒരു കരാറുണ്ടാക്കി. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 4 രൂപ 29 പൈസയ്ക്കാണ് വാങ്ങാൻ തീരുമാനിച്ചത്. 7 വർഷക്കാലം അവരത് നടത്തി. ഉമ്മൻചാണ്ടി ഗവൺമെന്റും ആ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചു. 6 വർഷത്തിലധികം കാലം ഈ ഗവൺമെന്റും വൈദ്യുതി വാങ്ങിച്ചു. 2 വർഷക്കാലം മുമ്പ് ആ കരാർ റദ്ദാക്കി. ഏത് ഒരു യൂണിറ്റിന് 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി 25 വർഷത്തേക്ക് വാങ്ങിക്കുന്ന കരാർ റദ്ദാക്കി. എന്നിട്ട് കരാർ റദ്ദാക്കിയിട്ട് എത്ര രൂപയ്ക്കാണ് വൈദ്യുതി മേടിച്ചത്? 1 പൈസ കുറച്ചല്ല മേടിച്ചത്. 6 രൂപ മുതൽ 12 രൂപ വരെ വൈദ്യുതി വാങ്ങിച്ചു. 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി മേടിക്കാനുള്ള കരാർ റദ്ദാക്കിയിട്ട് 12 രൂപ എന്ന 3 ഇരട്ടിക്ക് വരെ ഇവർ വൈദ്യുതി ചാർജ് വാങ്ങിച്ചു. അതായത് ഒരു ദിവസം 15-20 കോടി രൂപ ഈ വൈദ്യുതി മേടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വൈദ്യുതി ബോർഡിന് നഷ്ടമുണ്ടായി. അധികം തുക ചെലവാക്കേണ്ടി വന്നു. അതാണ് വലിയ ബാധ്യതയിലേക്ക് പോയത്. UDF ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി 20 പൈസ കുറച്ചു കൊടുത്ത. അതുവരെ ഉണ്ടായിരുന്ന വലിയ കടങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവന്നു 1000 ചില്ലാൻ കോടി രൂപ മാത്രമാക്കി കടം 2016. ഈ 2024 ആയപ്പോൾ കടം 1083 കോടി രൂപയിൽ നിന്ന് 45,000 കോടി രൂപയാക്കി വർദ്ധിച്ചു. എന്തുകൊണ്ടാണ്? ഈ ബാധ്യതയാണ്. അപ്പൊ കരാർ റദ്ദാക്കിയിട്ട് അദാനി കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ധാരണ ഉണ്ടാക്കിയത്. അദാനി കമ്പനിക്ക് അവസാനം അത് റദ്ദാക്കി, കരാർ റദ്ദാക്കിയ നടപടി റദ്ദാക്കി. അപ്പൊ അവര് കേസിന് പോയിരിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് പദ്ധതികൾ വൈദ്യുതി ബോർഡിൽ കൊണ്ടുവന്നതെല്ലാം അഴിമതി നിറഞ്ഞ പദ്ധതികളായി മാറി. ഇതിന്റെ എല്ലാം പാപഭാരം ചുമക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഈ വൈദ്യുതി ചാർജ് കൂട്ടിയതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി വൈദ്യുതി ബോർഡിനും സർക്കാരിനും ഉള്ളതാണ്. ജനങ്ങളെ വീണ്ടും വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളെ വീണ്ടും ഷോക്കടിപ്പിക്കുന്ന ഈ പരിപാടി ഇത് പിൻവലിക്കണം എന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു. കോൺഗ്രസും UDFും ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരമുഖത്തേക്കാണ് പോകുന്നത്. KSEBയെ കുറുവാ സംഘം ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് വിശേഷിപ്പിക്കുകയും മന്ത്രിക്കെതിരെ രൂക്ഷമായ പ്രതിഷേധവും ഇപ്പോൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. കുറുവാ സംഘത്തിന് ഗുണകരമാകുന്ന തരത്തിലേക്ക് വൈദ്യുതി വർധന ഉണ്ടാക്കി ജനങ്ങളെ ഇരുട്ടിലാക്കി അവർക്ക് മോഷ്ടിക്കുവാൻ വേണ്ട തരത്തിലേക്കുള്ള ഒരു ഇടം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ സർക്കാർ എന്ന ആരോപണമാണ് ശക്തമായി ഉയർത്തുന്നത്. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് വിജയിച്ച MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു മറുപടി ഇതിൽ ശ്രദ്ധേയമായിരുന്നു. സ്റ്റേറ്റ് കാറിൽ ജനങ്ങളെ കൊള്ളയടിക്കുവാൻ ചില കുറുവാ സംഘവും എത്തിയിട്ടുണ്ട് എന്നാണ് സർക്കാരിനെതിരെയുള്ള രൂക്ഷമായ വിമർശനമായി അദ്ദേഹം ഉയർത്തിയത്. എന്തായാലും ജനങ്ങൾക്കെതിരെയുള്ള ഈ ജനദ്രോഹപരമായ നിലപാട് ശരിയല്ല എന്ന വാദമാണ് കോൺഗ്രസും മറ്റ് പാർട്ടികളുമൊക്കെ ഉയർത്തുന്നത്. അതായത് നിലവിൽ 16 പൈസ വർദ്ധിപ്പിക്കുകയും മാർച്ച് ആകുമ്പോഴേക്ക് 12 പൈസ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് KSEBയുടെ നിലവിലുണ്ടായിരുന്ന കരാറിനെ റദ്ദാക്കി പുതിയൊരു കരാറുണ്ടാക്കി പല സ്വകാര്യ കമ്പനികൾക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയുള്ള ചില ചതി ഈ
ചാർജ് വർധനവിലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അത് ശരിയുണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിലേക്കാണ് സർക്കാരിൻ്റെയും മന്ത്രിയുടെയും ഒക്കെ നീക്കങ്ങൾ പോകുന്നത്.